സിൽവർ ലൈനിന് പച്ചക്കൊടി കിട്ടില്ലെന്ന് വ്യക്തമായതോടെ പകരം ഇ ശ്രീധരൻ നേരത്തെ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് പദ്ധതിയെ കേരളം ഇനി അനുകൂലിക്കുമോ? മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇ ശ്രീധരനുമായി റെയിൽവേ മന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടത് കേന്ദ്ര പരിഗണനയിലും സെമി ഹൈസ്പീഡ് പദ്ധതിയാണെന്ന് സൂചന നൽകുന്നു. പുതിയ റെയിൽ പദ്ധതി അഭിമാന വിഷയമായി ഏറ്റെടുത്തിരിക്കുന്ന കേരളം തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക നീക്കം നടത്തുമെന്നാണ് സൂചന. സിൽവർ ലൈൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരള സംഘത്തിന്റെ മുഖ്യ ലക്ഷ്യം. സിൽവർ ലൈൻ ഇല്ലെന്ന് മാത്രമല്ല, പുതിയ റെയിൽ പദ്ധതിയോട് തന്നെ കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല. പകരം പാത ഇരട്ടിപ്പിച്ച് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരള ആവശ്യത്തിന് കേന്ദ്രത്തിന്റെ മറുപടി. DPR പൂർണ്ണമായി മാറ്റാതെ സിൽവർ ലൈനിൽ ഇനി പ്രതീക്ഷ വേണ്ട. ഇതാണ് ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പദ്ധതിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇ ശ്രീധരനെ റെയിൽവേ മന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടത് ബദൽ പദ്ധതി കേന്ദ്രം പരിഗണിക്കുന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. നമുക്ക് ആവശ്യം ഹൈസ്പീഡ് ട്രെയിൻസ് ഓടാനാണ്. അതിൽ ഹൈസ്പീഡ് ട്രെയിൻസ് ഓടാൻ പോയി അത് അവർ ഉദ്ദേശിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ അത് അനദർ കെയർ ആയിട്ട് വരും. നമുക്ക് ശരിക്കും ആവശ്യമാണെങ്കിൽ ഹൈസ്പീഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓൺ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി വേണം. അത് ഓടിക്കുകയാണെങ്കിൽ എൻക്രോച്ച്മെന്റ് തടയാൻ വേണ്ടി വാള് കെട്ടി ഇതൊക്കെ വേണ്ടി വരും. ഇ ശ്രീധരൻ മുമ്പോട്ട് വെച്ച ബദൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരിക്കും ആദ്യപാത. 80,000 കോടി രൂപയാണ് ആദ്യഘട്ട ചെലവ് കണക്കാക്കിയത്. സമ്പൂർണ്ണമാകുമ്പോൾ അത് 1 ലക്ഷം കോടി രൂപയാകും. 25 കിലോമീറ്ററിനുള്ളിൽ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സ്റ്റോപ്പ് ഉണ്ടാകും. തൂണിലൂടെയും തുരങ്കത്തിലൂടെയുമായിരിക്കും ഇത് കടന്നു പോകുക. കേരളിനെ അപേക്ഷിച്ച് അതിൻ്റെ 1/3 ഭൂമി ഏറ്റെടുത്താൽ മതി. പദ്ധതി പൂർത്തിയായാൽ പാട്ടക്കരാറിൽ കൃഷി ചെയ്യാനും മറ്റുമായി ഭൂമി ഉടമസ്ഥർക്ക് തന്നെ വിട്ടു നൽകാൻ കഴിയും. കേരളത്തിൽ 350 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ഹൈസ്പീഡ് സർവീസ് ആവശ്യമില്ല. പകരം പരമാവധി 200 കിലോമീറ്റർ മതി എന്നതാണ് ഇ ശ്രീധരന്റെ ആശയം. 135 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 430 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് പിന്നിടാം. പക്ഷേ ആദ്യം ഈ പദ്ധതി കേരളം ഏറ്റെടുക്കണം. പുതിയ റെയിൽ പദ്ധതി അഭിമാന വിഷയമായി കാണുന്ന സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇതിനെ അനുകൂലിക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം.